പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഥയുടെ അവസാന ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. പുസ്തകം 18-ാം പേജ് നോക്കുക. വർഷാവസാനത്തിൽ 2 സഹോദരന്മാരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടു. പ്രവർത്തന മികവിനുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്തു. ഇത്തവണ അവർക്കൊന്നും ചോദിക്കേണ്ടി വന്നില്ല. കാരണം എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മമാർ ഇങ്ങോട്ട് ചോദിച്ചു. എന്നാൽ ഇപ്രാവശ്യം കുട്ടികൾ വളരെ ന്യായമായ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണം. ഓരോ തവണയും കുട്ടികൾ പഠനത്തിനുള്ള മികവ് പുലർത്തിയപ്പോൾ എന്താണ് അവരുടെ ആവശ്യമെന്ന് മാതാപിതാക്കളെ അറിയിച്ചുകൊണ്ടിരുന്നു. തുഴവള്ളം വേണമെന്നും മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാമഗ്രികൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് പിതാവ് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തു. വർഷാവസാനത്തിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടപ്പോഴും അവർക്ക് അങ്ങോട്ട് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. എന്താണ് വേണ്ടതെന്ന് മാതാപിതാക്കൾ ചോദിച്ചു. പക്ഷേ അവർ അവരുടെ ആവശ്യം ഒന്ന് മാത്രമാണ് ഉന്നയിച്ചത്. സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണം. ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോൾ പപ്പ സന്തോഷവാനായിരുന്നു. അവർക്ക് പാകത വരുന്നതിൻ്റെ തെളിവാണിത്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ സത്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മ പറഞ്ഞു. മാതാപിതാക്കൾ സന്തോഷിക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ മക്കൾ പാകത വരുന്നു എന്ന് അവർ മനസ്സിലാക്കി. അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ പതിവ് പോലെ സിനിമ കാണാൻ പോയപ്പോൾ ഫ്ലാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം. അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിൻ്റെ മുൻവശത്തു കൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്നു. അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും സിനിമയ്ക്ക് പോകുന്നത് പോലെ പതിവ് പോലെ മാതാപിതാക്കൾ സിനിമ കാണാൻ അടുത്ത ബുധനാഴ്ചയും പോയി. ഈ സമയത്ത് ടോട്ടോയും ജോവലും താമസിക്കുന്ന ഫ്ലാറ്റിന് വെളിയിലൂടെ പോകുന്ന ആൾക്കാർ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. മുകളിലത്തെ നിലയിലുള്ള വീട്ടിൽ നിന്ന് ഒരു വെളിച്ചത്തിൻ്റെ പ്രകാശം ഒഴുകി വരുന്നു. ആ വെളിച്ചത്തിൻ്റെ പ്രകാശം മട്ടുപ്പാവും കവിഞ്ഞ് തെരുവിലൂടെ പട്ടണത്തിൻ്റെ അങ്ങേയറ്റം വരെ ഒഴുകുന്നു. അത്യാഹിത സന്ദേശത്തിന് പിറകെ വന്ന തീകെടുത്തലുകാർ 5-ാം നിലയിലെ വാതിൽ തകർത്ത് അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകൾ തട്ട് വരെ പ്രകാശം നിറഞ്ഞു കവിയുന്നത് കണ്ടു. സോഫയും പുലിത്തോലിൽ പൊതിഞ്ഞ ചാരുകസേരകളും സ്വീകരണമുറിയിൽ പല പൊക്കത്തിൽ ഒഴുകി നടക്കുന്നു. ആരോ വിവരമറിയിച്ചതിനെ തുടർന്ന് അത്യാഹിത സന്ദേശം എത്തിയതിനനുസരിച്ച് തീകെടുത്തലുകാർ പ്രകാശത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായ ഫ്ലാറ്റിലെ മുറിയിലേക്ക് വേഗം ചെന്നു. അവർ ചെന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് സോഫയും
പുലിത്തോലിൽ പൊതിഞ്ഞ ചാരുകസേരകളും പല പൊക്കത്തിൽ മുറിയിലുടനീളം ഒഴുകി നടക്കുന്നതാണ് കാണുന്നത്. ഒന്നാന്തരം ഒരു പിയാനോയും കൂട്ടത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു. പിയാനോയുടെ പുതപ്പ് പരന്ന ശരീരവും വീതിച്ചിറകുമുള്ള സുവർണ മത്സ്യത്തെ പോലെ പകുതി മുങ്ങി തത്തിപ്പറക്കുന്നുണ്ടായിരുന്നു. വീട്ടുപകരണങ്ങൾ തങ്ങളുടെ കവിതയുടെ നിറവിൽ അടുക്കളയുടെ ആകാശത്ത് സ്വന്തം ചിറകുകൾ വിടർത്തി പറന്നു. നൃത്തത്തിനു വേണ്ടി കുട്ടികൾ ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ അവരുടെ അമ്മയുടെ അക്വേറിയത്തിൽ നിന്ന് സ്വതന്ത്രരായ വർണ്ണ മത്സ്യങ്ങൾക്കൊപ്പം ഒഴുകി നടന്നു. ഉഗ്രപ്രകാശത്തിൻ്റെ ആ ചതുപ്പു നിലത്തിൽ ജീവനോടെ സന്തോഷത്തോടെ അവശേഷിച്ച ഏകജീവികൾ ആ മത്സ്യങ്ങൾ മാത്രമായിരുന്നു. ബാത്റൂമിൽ എല്ലാവരുടെയും ടൂത്ത് ബ്രഷുകൾ മമ്മായുടെ കൃത്രിമ പല്ലുസെറ്റിനൊപ്പം ഒഴുകി നടന്നു. പ്രധാന ഉറക്കറയിലെ ടെലിവിഷൻ സെറ്റ് വശം തിരിഞ്ഞ് ഒഴുകുമ്പോൾ ഒരു പാതിരാപ്പടത്തിൻ്റെ അവസാന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. ആ മുറിയിൽ ഉടനീളം വീട്ടിലെ ഓരോ ഉപകരണങ്ങളും ഒഴുകി നടക്കുന്ന കാഴ്ചയാണ് തീകെടുത്തലുകാർക്ക് കാണാൻ കഴിഞ്ഞത്. വീട്ടുപകരണങ്ങൾ തങ്ങളുടെ കവിതയുടെ നിറവിൽ അടുക്കളയുടെ ആകാശത്ത് സ്വന്തം ചിറകുകൾ വിടർത്തി പറന്നു. വീട്ടിലെ ഓരോ ഉപകരണങ്ങളും ചിറക് വിരിച്ചതുപോലെ പറന്നു നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കുട്ടികളുടെ നൃത്തത്തിൻ്റെ സംഗീതോപകരണങ്ങൾ അമ്മയുടെ അക്വേറിയത്തിലെ വർണ്ണമത്സ്യങ്ങൾക്കൊപ്പം ഒഴുകി നടക്കുന്ന കാഴ്ചയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ബാത്റൂമിലിരുന്ന എല്ലാവരുടെയും ടൂത്ത് ബ്രഷുകളും മമ്മായുടെ കൃത്രിമ പല്ല് സെറ്റിനൊപ്പവും ഒഴുകി നടക്കുന്നത് കാണാമായിരുന്നു. ഈ സമയത്ത് വീട്ടിലെ ടെലിവിഷൻ അതും മുറിയിലുടനീളം ഒഴുകി നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഹാളിൻ്റെ അങ്ങേയറ്റത്തായി പ്രകാശത്തിരയിൽ ഒഴുകിക്കൊണ്ട് തുഴ പിടിച്ചുകൊണ്ട് കഷ്ടിച്ച് തീരമണയാൻ വേണ്ടത്ര വായു മാത്രമുള്ള മുഖംമൂടി ധരിച്ച് വള്ളത്തിൻ്റെ പിൻഭാഗത്ത് ടോട്ടോ ഇരുന്നു. അപ്പോൾ കുട്ടികൾ പ്രകാശത്തിരയിൽ ഒഴുകി നടക്കുകയാണ്. ആ പ്രകാശത്തിൻ്റെ തിരയിൽ വള്ളം ഇറക്കി തുഴയുന്ന കുട്ടികൾ, അതിൽ ടോട്ടോയും ജോവലുമുണ്ട്. ടോട്ടോ മുഖംമൂടിയും ധരിച്ച് വള്ളത്തിൻ്റെ പിൻഭാഗത്ത് ഇരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അവൻ വിളക്കുമാടം എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു. തീരത്തണയാൻ വിളക്കുമാടം എവിടെ എന്ന ചോദ്യവുമായി ടോട്ടോ ഇരിക്കുന്നു. വള്ളത്തിൻ്റെ അമരത്തിൽ ഒഴുകി നിന്ന ജോവൽ സെസ്റ്റൻറ്റിലൂടെ പടിഞ്ഞാറൻ നക്ഷത്രത്തെ തിരയുകയും വീട്ടിൽ മുഴുവനുമായി അവരുടെ 37 സഹപാഠികളും ഒഴുകി നടന്നു. വള്ളത്തിൽ ടോട്ടോയും ജോവലും അവരുടേതായ ഉപകരണങ്ങളിലൂടെ ദിക്കറിയാനും വസ്തുക്കൾ തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്നതുമായ സെസ്റ്റൻറ്റും കോമ്പസും ഉപയോഗിച്ച് തുഴവള്ളം ഇറക്കി അനസ്യൂതമായ യാത്രയിലായിരുന്നു രണ്ടു കുട്ടികളും ഏർപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല, അവരുടെ 37 സഹപാഠികളും ആ ഒരു യാത്രയിൽ ടോട്ടോയോടും ജോവലിനോടും ഒപ്പം ഉണ്ടായിരുന്നു. ജെറാനിയം ചെടിച്ചട്ടിയിൽ മൂത്രമൊഴിച്ച സ്കൂളിലെ പാട്ടിൻ്റെ വരികൾ മാറ്റിപ്പാടി ഹെഡ്മാസ്റ്ററെ കളിയാക്കിയ കുട്ടികൾ ഒരേ സമയത്ത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ്
അപ്പാർട്ട്മെൻറ്റിൽ പ്രകാശത്തിൻ്റെ വെള്ളപ്പൊക്കമുണ്ടായത്. പാർട്ടിക്കായി തങ്ങളുടെ സഹപാഠികൾ വീട്ടിലെത്തിയപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഒരേ സമയം ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ് ഫ്ലാറ്റ് സമുച്ചയത്തിലെ ടോട്ടോയുടെയും ജോവലിൻ്റെയും മുറിയിൽ നിന്ന് പ്രകാശത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായത്. സ്ഥലത്തെ എലിമെൻ്ററി സ്കൂളിലെ 2 ക്ലാസ്സുകളിലുള്ള കുട്ടികളും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താണു പോയിരുന്നു. ടോട്ടോയും ജോവലും മാത്രമല്ല, അവരുടെ സ്കൂളിലെ 2 ക്ലാസ്സിലെ കുട്ടികളും പ്രകാശത്തിരയിൽ മുങ്ങിത്താണു പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. സ്പെയിനിൽ പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള, നദിയോ കടലോ ഇല്ലാത്ത, പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാഡ്രിഡ് എന്ന പട്ടണത്തിലാണ് ഇത് നടന്നത്. പ്രകാശത്തിരയിൽ കുട്ടികൾ തുഴവള്ളമിറക്കി യഥേഷ്ടം ആസ്വദിച്ച് സഞ്ചരിച്ചത് എവിടെയാണ്? ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിലാണ് ഇത് നടക്കുന്നത്. ഇത്രയുള്ളൂ കഥ. അപ്പം നിങ്ങൾ അവസാനത്തെ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് അടയാളപ്പെടുത്തിക്കോണം. സ്പെയിനിൽ പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള, നദിയോ കടലോ ഇല്ലാത്ത, പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാഡ്രിഡ് എന്ന പട്ടണത്തിലാണ് ഇത് നടന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്രയും കഥ നിങ്ങളൊന്നുകൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതിൽ ഈ പ്രകാശം പോലെ എന്ന കഥയിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഓർത്തു വച്ചേക്കുക. അതായത്, മാജിക്കൽ റിയലിസം എന്ന രചനാസങ്കേതം ഉപയോഗിച്ച് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എഴുതിയ കഥയാണ് പ്രകാശം ജലം പോലെയാണ്. യഥാർത്ഥത്തിൽ സംഭവ്യമല്ലെങ്കിലും സംഭവിക്കുന്നത് പോലെ അവതരിപ്പിച്ചിരിക്കുന്നു. മാന്ത്രികതയുടെ സ്പർശത്തോടുകൂടി യാഥാർത്ഥ്യത്തെ കൂടുതൽ മിഴിവുള്ളതാക്കി തീർത്തിരിക്കുന്നു. അതായത്, കഥ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്? നദിയോ കടലോ ഇല്ലാത്ത, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത യൂറോപ്യൻ പരിഷ്കൃത നഗരം ഏതാണ്? മാഡ്രിഡ്. അവിടേക്ക് പറിച്ചു നടപ്പെടുകയാണ് ടോട്ടോയും ജോവലും. അവരുടെ ബാല്യം ജന്മനാടായ തുറമുഖ നഗരമായ കാഡ്ജിനെ ഇന്ത്യാസിലാണ്. അവിടെ നിന്ന് ജനത്തിരക്കുള്ള വെള്ളം ഷവറിൽ നിന്ന് മാത്രം ലഭിക്കുന്ന മാഡ്രിഡ് എന്ന പരിഷ്കൃത നഗരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ ആകെ വീർപ്പ് മുട്ടി കഴിയുന്നു.
കാഡ്ജിനെ ഇന്ത്യാസിലെ അവരുടെ വീടിന് ഒരു മുറ്റമുണ്ട്, ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലമുണ്ട്, 2 വലിയ വള്ളങ്ങൾ വെക്കാനുള്ള ഷെഡുണ്ട്. ഇത്രയും ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഈ കുട്ടികൾ കുളിക്കാൻ മാത്രം ഷവറിൽ നിന്ന് ജലം കിട്ടുന്ന മാഡ്രിഡ് എന്ന പരിഷ്കൃത നഗരത്തിൽ എത്തുന്നത്. ഈ കുട്ടികളുടെ ചിന്തയിൽ അവരുടെ നഷ്ടപ്പെട്ട ജന്മനാടിനെ തിരിച്ച് പിടിക്കാനുള്ള വഴികൾ തിരയുന്നു. അവരുടെ നഷ്ടബോധം ഭാവനയിലൂടെ അല്ലെങ്കിൽ സങ്കല്പത്തിലൂടെ അതല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അവർ തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ ശ്രമം നടക്കുന്നു. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചിന്തിക്കണം. ഇവരുടെ മാതാപിതാക്കളും അവരുടെ കാഡ്ജിനയിലെ ഇന്ത്യാസിലെ വീട് വിട്ടതിൽ ദുഃഖിതരാണ്. എന്നാൽ അവർ അവരുടെ ദുഃഖം ഉള്ളിലൊതുക്കുമ്പോൾ കുട്ടികൾ തിരിച്ചു പിടിക്കലിലേക്ക് അവരുടെ ശ്രദ്ധയെ വഴിതിരിച്ചു വിടുന്നു. അങ്ങനെ പഠനത്തിൽ മികവ് പുലർത്തിക്കൊണ്ട് ഈ കുട്ടികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നായി പിതാവിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. തീർച്ചയായും മാതാപിതാക്കൾക്ക് പഠനത്തിൽ മികവ് കാട്ടിയ കുട്ടികളുടെ ആവശ്യങ്ങൾ ഓരോന്നായി നിറവേറ്റി കൊടുക്കേണ്ടി വരുന്നു. ഇത് കഴിവും അഭിരുചിയും അടിക്കടി കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സഹായകമാകുന്നു. ഈ കുട്ടികൾ അവരുടെ ഓരോ ആവശ്യവും പിതാവിന് മുന്നിൽ അവതരിപ്പിച്ച് ഓരോ തവണയും പഠനത്തിൽ മികവ് പുലർത്തി നേടിയെടുക്കുമ്പോൾ അവരുടെ സ്വപ്നത്തെ യഥാർത്ഥത്തിൽ വീണ്ടെടുക്കലാണ് ചെയ്യുന്നത്. നഷ്ടപ്പെട്ട ബാല്യം, കാഡ്ജിനയിലെ ബാല്യം, അതവരുടെ ഒരു വേദനയാണ്. ആ വേദനയെ വീണ്ടെടുക്കുന്നു, സ്വപ്നത്തിലൂടെ വീണ്ടെടുക്കുന്നു, ഭാവനയിലൂടെ വീണ്ടെടുക്കുന്നു. ആ വീണ്ടെടുക്കാനുള്ള ഒരു കാരണമാകുന്നു പ്രകാശം ജലം പോലെയാണെന്ന പിതാവിൻ്റെ പരാമർശം. ജലം സഞ്ചാരയോഗ്യമാണ്, അതുപോലെ പ്രകാശവും സഞ്ചാരയോഗ്യമാണ്. സഞ്ചാരയോഗ്യമായ ജലത്തിലെ പോലെ സഞ്ചാരയോഗ്യമായ പ്രകാശത്തിൽ തുഴവള്ളം ഇറക്കി സഞ്ചരിക്കാമെന്ന് കുട്ടികൾ ചിന്തിക്കുന്നു. ഈ ചിന്ത മാന്ത്രികമായ അവതരണത്തിലൂടെ മാർക്കേസ് അവതരിപ്പിച്ച് വിജയിച്ചിരിക്കുന്നു. തങ്ങളുടെ വേദനയും വീണ്ടെടുക്കലും മാന്ത്രികമായ അവതരണത്തിലൂടെ മാർക്കേസിന് ഭംഗിയായി ഈ കഥയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകത, ടാങ്കിൽ വെള്ളം നിറച്ച് ജലത്തിൻ്റെ പരിധി ഉയർത്തുന്നത് പോലെ മുറിയിൽ പ്രകാശം നിറച്ച് അതിലൂടെ സഞ്ചരിക്കാം എന്ന അസംഭവ്യമായ ചിന്തയാണ് ഇവിടെ
കുട്ടികളിൽ ഉണ്ടായത്. ഈ അസംഭവ്യതയെ സ്വാഭാവികമായി വർണ്ണിച്ച് വിജയിപ്പിക്കാൻ മാർക്കേസിനു കഴിഞ്ഞു എന്നതാണ് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത മാഡ്രിഡ് എന്ന പട്ടണത്തിലാണ് ഇത് നടന്നത് എന്ന അവസാന പരാമർശത്തിലൂടെ ശാസ്ത്രത്തിൻ്റെ വിശകലന ചിന്തകൾക്കും അപ്പുറം ഭാവനയ്ക്ക് സഞ്ചാരപുറങ്ങളുണ്ട് എന്നുകൂടി പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ നമുക്ക് തെളിഞ്ഞു കാണാം.